ഇതൊരു മെർസിഡീസ് ആണോ? അല്ല. ഇതൊരു സ്കോഡയാണോ? അല്ല. ഇതൊരു ഫോർഡ് ഫിയസ്റ്റ ആണോ? അതുമല്ല. ഹ്യുണ്ടൈ ആണോ? അല്ല. ഇതൊരു അംബാസഡർ കാറാണോ? അതുമല്ല. പിന്നെ എന്താണിത്? പണ്ടൊക്കെ പറയുമായിരുന്നു അംബാസഡർ കാർ എന്ന് പറഞ്ഞാൽ ഏത് രീതിയിലും മോഡിഫൈ ചെയ്യാവുന്ന ഒരു കാറാണെന്ന്. അത് അക്ഷരാർത്ഥത്തിൽ സത്യമാണെന്ന് നമുക്ക് ഈ വാഹനം കാണുമ്പോൾ അറിയാൻ പറ്റും. ഇതിൻ്റെ റെയർ ലീവ് സ്പ്രിംഗ് കാർബൺ ഫൈബർ മെറ്റീരിയലാണ്. പിന്നെ ഇതിൽ വന്നിരിക്കുന്ന ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ. അത് മെർസിഡീസ് W203 ആണ്. ഇതിലൊരു 360 ഡിഗ്രി ക്യാമറ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഫ്രണ്ടിൽ നമ്പർ പ്ലേറ്റിൻ്റെ അബവ് ഫ്രണ്ട് ക്യാമറ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിൽ വരുന്ന റേഡിയേറ്റർ സ്കോഡ ലോറയുടെ അലൂമിനിയം റേഡിയേറ്റർ ആണ് ഫോർ എഫക്റ്റീവ് കൂളിംഗ്. പല അംബാസഡർ കാറിൻ്റെയും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഫോർഡ് ഫിയസ്റ്റയുടെ ഡാഷ്ബോർഡ്. അത് ഇതിനും ഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്കോഡ ലോറയുടെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റ്സ് ആണ് ഇതിന് വരുന്നത്. വാക്യൂം ബൂസ്റ്റർ ടെമ്പോ ട്രാവലറിൻ്റെ ആണ്. അത്രയും വലിയ വണ്ടിയുടെ ഒരു ബൂസ്റ്റർ കൊടുക്കുമ്പം അംബാസഡർ പോലത്തെ ഒരു കാറിൽ ഭയങ്കര എഫക്റ്റീവ് ബ്രേക്കിംഗ് ആണ്. അതേപോലെ തന്നെ റെയർ ഡിസ്ക് ബ്രേക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത ഈ അംബാസഡർ കാറിന്റെ കസ്റ്റോഡിയൻ ആണ് അർജുൻ. ഹായ് അർജുൻ, വെൽക്കം ടു ദ ചാനൽ. നമസ്കാരം ചേട്ടാ. നമസ്കാരം. അർജുൻ, ഈ വാഹനത്തെ പറ്റി ഒന്ന് പറയാവോ? എന്തൊക്കെയാണ്? ഡെഫിനറ്റ്ലി ഇത് വരുന്നത് എന്റെ വാഹനമല്ല, ഇത് എന്റെ വെല്ലിസിന്റെ വാഹനമാണ്. പുള്ളിക്കാരൻ 1990 സെക്കൻഡ് ഹാൻഡ് എടുത്ത വണ്ടിയാണ് ഇത്. ഒറിജിനലി ഏത് ഇയറിലുള്ള? ഇത് ആക്ച്വലി വരുന്നത് 1973 മോഡൽ മാർക്ക് 2 അംബാസഡർ ആയിരുന്നു. അപ്പൊ പെട്രോൾ ആയിരുന്നു, കോളം ഷിഫ്റ്റ് ആയിരുന്നു. ഗിയർ ബോക്സ് വെച്ചേക്കുന്നത് ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ W203 കംപ്രസർ 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഇതിന്റെ അകത്ത് ഇരിക്കുന്നത്. കംപ്രസറിന്റെ, അതായത് പെട്രോൾ എഞ്ചിന്റെ ഗിയർ ബോക്സ്. പിന്നെ ഇതിന് പറയാൻ മാത്രം ഇതിന്റെ പെയിന്റ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് എടുത്തു നിൽക്കുന്ന ഒരു പെയിന്റ് ആണ്. ഇത് ഇന്നോവ ഹൈക്രോസി വരുന്ന ഒരു തരം പെയിന്റ് ആണ്. ഇതിന് ഓൾമോസ്റ്റ് അറൌണ്ട് 1.5 lakhs പെയിന്റിന് മാത്രം ഇത്. ഇപ്പൊ തന്നെ പുള്ളി അത് തിരിച്ചൊരു മാർക്ക് 4 കണ്ടീഷനിലേക്കാണ് തിരിച്ചാക്കിയേക്കുന്നത്. വണ്ടി ഒരു ഓറ കാസ്റ്റ് ചെയ്ത് തന്നെയാണ് പോകുന്നത്. ഒരു ഡിഫൻഡർ ആയിട്ടൊക്കെ മുട്ടി നിൽക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു വണ്ടിയാണെന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. പിന്നെ ഇതിന് ഇന്റീരിയറിലേക്ക് വരുമ്പോൾ ഇതിൽ ചെയ്തേക്കുന്നത് ഫോർഡ് ഫിയസ്റ്റയുടെ ഇന്റീരിയേഴ്സ് ആണ്. പിന്നെ സ്കോഡ ലോറയുടെ സീറ്റ്സ് ആണ് ചെയ്തേക്കുന്നത്. ഡ്രൈവർ സൈഡ് സീറ്റ്സ് ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. പിന്നെ 360 ഡിഗ്രി ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ന്യൂജൻ ആയിട്ടുള്ള വണ്ടിയിലുള്ള സകലമാനം ഫീച്ചേഴ്സും ഇതിന്റെ അകത്തുണ്ട്. പിന്നെ പറയാൻ ഇതിന്റെ അലോയ് ഒക്കെ കിയയുടെ ആണെന്ന് തോന്നുന്നു. കിയ സെൽറ്റോസിന്റെ അലോയ്സ് ആണ് ഇട്ടേക്കുന്നത്. അതിന്റെ ഒപ്പം തന്നെ ഉള്ള വീൽസും ആണ് ഇതിന്റെ അകത്ത് ചെയ്തേക്കുന്നത്. പിന്നെ ടയർ സൈസ് ഒക്കെ അപ്പൊ അപ്ഗ്രേഡ് ചെയ്തു അല്ലേ? അംബാസഡർ കാറിന് ടയർ സൈസ് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും ഈ ഫെൻഡറിൽ ഒരയുന്ന ഒരു ഇതുണ്ട്, അതൊന്നും ചെയ്തിട്ട്. ഇതിന്റെ വർക്ക് ചെയ്തത് മൊത്തം ഉണ്ണിയേട്ടനാണ്. ഉണ്ണിയേട്ടനാണ്. പുള്ളിക്കാരൻ ഒരു മാസ്റ്റർ പീസ് തന്നെയാണ്. അപ്പോ അതൊക്കെ ആ ഒരു കറക്റ്റ് ആ ഒരു ഇതിൽ തന്നെയാണ്. 4 വീൽ ഡിസ്ക് ബ്രേക്സ് ആണ്. 4 വീൽ ഡിസ്ക് ബ്രേക്സ് ആയിട്ട് അപ്ഗ്രേഡ് ചെയ്തേക്കാണ്. ആദ്യം ഇതിന് ഫ്രണ്ട് മാത്രം ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ റിയറും കൂടി ഡിസ്ക് ആക്കിയിട്ടുണ്ട്. അപ്പൊ റെയറും അംബാസഡറിന്റെ തന്നെയാണോ? അല്ല, അത് ഒപ്ട്രയുടെ ആണ്. ഷെവർലെ ഒപ്ട്രയുടെ ആണ് ഇരിക്കുന്നത്. ഫ്രണ്ട് അംബാസഡറിന്റെ ആണോ അതോ അതും മാറ്റിയോ? അതും വേറെയാണ്. ആണല്ലേ? ഓക്കെ. ഇതിന്റെ ലീഫ് വരുന്നത് കാർബൺ ഫൈബർ ലീഫാണ്. അതിന് ഒരു സ്വേ വരുന്നോണ്ട് തന്നെ നമ്മൾ സാധാരണ കണ്ടുവരുന്നത് ആന്റി റോൾ ബാർ മുമ്പിലാണല്ലോ, ഇത് അതിന്റെ പുറകിലും ആന്റി റോൾ ബാർസും പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഇപ്പൊ ഒരു സപ്പോർട്ടിംഗ് ലീഫും കൂടി ഇട്ടിട്ടുണ്ട്. അഡീഷണൽ ആയിട്ട് ഒരു സപ്പോർട്ടിംഗ്. ഇത് എത്ര നാളായി ഇങ്ങനെ റീസ്റ്റോർ ചെയ്ത് ഇറക്കിയിട്ട്? ഇത് ശരിയാണെങ്കിൽ ഒരു 2 വർഷത്തോളം പണിക്ക് കയറ്റിയിരുന്നു. അപ്പൊ ഒരു 24-ലാണ് ഇത് ഇറങ്ങി വന്നതും ടെസ്റ്റ് കഴിഞ്ഞതും. 24-ൽ തന്നെ ടെസ്റ്റ് കഴിഞ്ഞതാണ്, എല്ലാം ലീഗലാണ്. അപ്പോ അങ്ങനെയാണ് കഴിഞ്ഞത്. അപ്പൊ ഒരു 2022-ൽ കയറ്റിയതാണ്. ഇത് ഏകദേശം കോസ്റ്റ് എത്രയായി കാണും ഇത്രയും ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേ? ഓവർ ദി ഇയേഴ്സ് എന്തായാലും പുള്ളിക്ക് ഒരു 10 lakh അബോവ്സ് വന്നിട്ടുണ്ട്. 10 lakh 15 lakh എന്തായാലും വന്നിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ആദ്യത്തെ വർക്ക് ചെയ്തിരുന്നത് രാജൻ ചേട്ടൻ എന്ന് പറഞ്ഞ് കാലടിയിലുള്ള ഒരു പുള്ളിയാണ്. ഇത് നിങ്ങൾക്ക് അറിയുമായിരിക്കും.
ഇത് ഒരു ECU ആ. ഇലക്ട്രോണിക് ഇത് വന്ന ഒരു എഞ്ചിനാണ്. ആ. അതെടുത്ത് മാറ്റി ECU ഇല്ലാണ്ട് ഫുൾ മെക്കാനിക്കലായിട്ടാണ് മെക്കാനിക്കലാക്കി മാറ്റിയിരിക്കുകയാണ്. അത് പുള്ളിയുടെ ബ്രില്യൻസ് ആണ്. പിന്നെ ഇത് ഓടിക്കാവുന്ന ഒരു വിധത്തിലാക്കിയത് നമ്മുടെ KCL ഉണ്ണിയേട്ടൻ തന്നെയാണ്. ഇതിപ്പം ശരിക്കും പലരും പറയുമല്ലോ ഇങ്ങനെ പല ഈ ഓൾട്രേഷൻസ് ഒക്കെ ചെയ്യുമ്പം വാഹനം ഓടിക്കാൻ സുഖമാണ്, അല്ലെങ്കിൽ കൺവീനിയന്റ് ആണ്, മോസ്റ്റ് മോഡേൺ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ പ്രോബ്ലം വരുന്ന ഇതിന് ഓരോ ചെറിയ ചെറിയ മെയിൻ്റനൻസ് വരുമ്പോഴാണ്. അങ്ങനെ എന്തെങ്കിലും നേരിടേണ്ടി വന്നിട്ടുണ്ടോ, അതോ അത് യൂസർ ഫ്രണ്ട്ലി ആണോ? അത് വരുന്ന ഉണ്ണിയേട്ടന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുള്ളി മിക്ക സാധനങ്ങൾ ഉപയോഗിക്കുന്നത് നമുക്കിപ്പോ നിലവിൽ മാർക്കറ്റിലുള്ളതും ഭാവിയിൽ മാറ്റാൻ പറ്റുന്ന വിധത്തിലുള്ള. അപ്പൊ പുള്ളി മാക്സിമം മാരുതി സുസുക്കിയോ ഇതിലിപ്പോ അതിന്റെ ഉണ്ടെന്ന് ചില പാർട്സ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ നിലവിലുള്ള വണ്ടികൾ അങ്ങനെ കിട്ടാൻ എളുപ്പമുള്ള വണ്ടികളുടെ വച്ചിട്ടാണ് പുള്ളി ചെയ്യുന്നത്. അതാണ് ഭാവിയിൽ നമുക്ക് മേടിക്കാനും ആ ഒരു സൗകര്യത്തിനും വേണ്ടിയാണ് പുള്ളി അങ്ങനെ ചെയ്യുന്നത്. സോ ബിഹൈൻഡ് ദ വീൽസ് ഓഫ് TDI നമ്മളിപ്പോ ഫസ്റ്റ് ഗിയറിൽ പോവാണ്. സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, 360 ക്യാമറ നമുക്ക് ഇവിടെ കാണാം. പല മോഡ്സിൽ അഡ്ജസ്റ്റ് ചെയ്യാം. പല അംബാസഡർ കാർസും ഡ്രൈവ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ന്യൂജൻ വണ്ടി ഓടിക്കുന്നതിൻ്റെ ഒരു എഫക്റ്റ് ആണ് തോന്നുന്നത്. വളരെ പ്രീമിയം ഇൻറ്റീരിയേഴ്സ് ആണ് ഇത് ചെയ്തിരിക്കുന്നത്. അതും നല്ല ടേസ്റ്റ്ഫുള്ളി ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഒത്തിരി മോഡിഫിക്കേഷൻസ് ഒക്കെ കാണാറുണ്ടെങ്കിലും വളരെ ടേസ്റ്റ്ഫുള്ളി ആണ് ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ വർക്ക് ചെയ്തിരിക്കുന്നത്. നമ്മൾ 5th ഗിയർ എൻഗേജ് ചെയ്തു. 40-ലാണ് പോകുന്നത്. 6th ഗിയറും കൂടെ ഒന്ന് എൻഗേജ് ചെയ്ത് നോക്കാം. ഒരു കുഴപ്പമില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്പീഡ് കുറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രൊപ്പല്ലർ ഷാഫ്റ്റ് അടിക്കുന്നതിൻ്റെ ഒരു സൗണ്ടൊക്കെ കേൾക്കാം. പക്ഷേ ഈ ഒരു കേസിൽ നമ്മൾ 60 എത്തിയപ്പോൾ തന്നെ 6th ഗിയർ എൻഗേജ് ചെയ്ത് വളരെ നോർമലായിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് കിട്ടുന്നത്. പിന്നെ ഇതിന് ഡ്രൈവർ സൈഡിലും ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മൾ ആ ത്രോട്ടിൽ കൊടുത്ത് ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ നേരത്ത് ശരിക്കും ആ ടർബോ സ്പൂൾ ചെയ്യുന്നത് അറിയാൻ പറ്റുന്നുണ്ട്. ഇതിന് ഇന്റീരിയർ ലൈറ്റ്സും ഭയങ്കര മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സീലിംഗിന്റെ ഡിസൈൻ ആണെങ്കിലും നല്ല രസമുണ്ട്. ആംബിയൻ ലൈറ്റും റൂഫ് ലാമ്പും കൊടുത്തിട്ടുണ്ട്. അതൊരു 2-way സ്വിച്ചിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. പിന്നെ 360 ക്യാമറ നമുക്ക് ഈ ഒരു ബട്ടൺ എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഓൺ ആകും. ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ ആ സൈഡിന്റെ നമുക്ക് കാണാം ഈ ഒരു ടയർ തിരിയുന്നത്. ഈ ഒരു അംബാസഡർ കാറിന്റെ റിവ്യൂ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, പിന്നെ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. ഇനി മറ്റൊരു അടിപൊളി വീഡിയോയുമായി കാണുന്നവരെ സ്റ്റേ ട്യൂൺഡ്. ഹാപ്പി മോട്ടറിംഗ്.